വണ്ടിയാണ്. ഇപ്പോൾ എപ്പോഴാ ഒരു ഓട്ടം കിട്ടാമെന്നൊന്നും പറയാനായില്ല. മമ്മൂട്ടിയുടെ ഡിന്നർ കഴിച്ചാണല്ലോ അല്ലേ പോയിട്ടുണ്ട്. ഇനി അടുത്തത് 1116 കിലോമീറ്റർ മുംബൈക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. 1000 നീങ്ങായി. ഹായ് ഗൈസ്, എല്ലാവർക്കും വിസാർമാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 9:30 മണി. ഇപ്പോഴാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു കോട്ടുണ്ട്, അത് കീക്കോട്ട് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടുന്ന് നടുവണ്ണൂർക്ക് ഒരാൾക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഫുള്ള് വണ്ടിയാണ്. ഇപ്പോൾ എപ്പോഴാ ഒരു ഓട്ടം കിട്ടാമെന്നൊന്നും പറയാനായില്ല. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ രാജേട്ടൻ. 60 വയസ്സ് പൂർത്തിയായി. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ? 97 മുതൽ കൂട്ടിക്കോ. 97 28 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ സ്റ്റാൻഡിലെ ഒരു സീനിയർ ഓട്ടോ ഡ്രൈവറാണ് കീർ ഭായി. വീണ്ടും നമ്മളെ ഇവിടെ കുറെ കാലമായിട്ട് വേറെ ഭാഗത്തേക്കാണ്, ഇപ്പോൾ വീണ്ടും നമ്മുടെ റോഡ് പണി നടക്കുന്നത് കാരണം ഫുള്ള് ബ്ലോക്കാണ്. നമ്മളെ പ്രദീപേട്ടൻ്റെ വണ്ടി നിങ്ങോട്ട് നോക്കുന്നത്. നമ്മളെ പ്രദീപേട്ടനാണ് കേട്ടോ. പ്രദീപേട്ടൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇവിടെ എത്ര കൊല്ലങ്ങൾ പ്രദീപേട്ട? ഇറങ്ങി 90 പിന്നെ മമ്മൂട്ടിയിലൂടെ മോഹൻലാലിലൂടെ മമ്മൂട്ടിയിലൂടെ ഡിന്നർ കഴിച്ചാണല്ലോ അല്ലേ? പഴയ താരായിരുന്നു ആള്. കേട്ടോതാ ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അല്ലേ? ദീർഘകാലല്ലേ? നാട്ടിലിപ്പോ 16 കൊല്ലം ഗൾഫിൽ കൂടെ വണ്ടി അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോകും. അത് മതിയല്ലോ, അത്രേ നടക്കും. നമ്മൾ ഓട്ടോ ഫീൽഡ് കൊണ്ട് അത്രേ നടക്കും. ഓട്ടോ ഫീൽഡിൽ ഇപ്പോൾ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അത്രേ പ്രതീക്ഷയുള്ളൂ. ഓക്കെ, അംശക്കാണ് 100 താല്പര്യമാണ്. ഞങ്ങളെ ബുള്ളറ്റൊക്കെ എടുത്ത് പല ബുള്ളറ്റ് എടുത്ത് ഞങ്ങൾ പല ടൂറൊക്കെ പോയതാണ്. പിന്നെ അടുത്ത ടൂറിന്റെ വീഡിയോ ഞങ്ങൾ ഇതില് ബുള്ളറ്റില് 700 കിലോമീറ്റർ വരെ പോയിട്ടുണ്ട്. ഇനി അടുത്തത് 1116 കിലോമീറ്റർ മുംബൈക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. 1160 കിലോമീറ്റർ. അതിന്റെ ഡീറ്റെയിൽ എടുക്കാം. മെയിനായിട്ട് യൂട്യൂബ് കണ്ട് ഡീറ്റെയിൽ എടുക്കാനുള്ളതാണ് പരിപാടി. അത് കഴിക്കുക, പിന്നെ ആ സ്ഥലത്തേക്ക് വിടുക. ഇനി അടുത്തത് ഇനി പോണം മലക്കപ്പാറ, പിന്നെ സ്ഥലത്തിന്റെ പേര് വാൽപ്പാറ പോയി പൊള്ളാച്ചി പോയി തിരിച്ചു വരണം എന്നുള്ളതാണ് അടുത്ത ട്രിപ്പിന്റെ പ്ലാൻ. അതിന്റെ വീഡിയോ നമുക്ക് ഇതിൽ ഇടണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വൻ വിജയമാക്കുക. ഇപ്പോൾ ഈ ഓട്ടം തിരുവോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഒരു 70 റുപ്യേൻ്റെ ഓട്ടമായിരുന്നു. അപ്പോൾ മോനെ മദ്രസ് വിട്ട് കാത്തുക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അവിടേക്ക് പോകാതെ ഓട്ടം വന്നെല്ലാം കൂടി നേരം വൈകിപ്പോയി. 10:30 വിടുന്നായിരുന്നു. അതിൻ്റെ മുമ്പെന്നായത് കൊണ്ട് ഓട്ടം പോകാൻ തോന്നുന്നു, നിർത്താൻ തോന്നിയില്ല. അങ്ങനെ പോകുന്നതാണ്. ഇതിലൊരു എളുപ്പ വഴിയുണ്ട്, അതിലാ നമ്മളെ കൂട്ടാൻ പോകാനുള്ള പരിപാടിയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണ് വെല്ലോറ മല റോഡ്, കോട്ടൂർ വെല്ലോറ മല റോഡ്. ഇതിലാണ് ഞാൻ എളുപ്പ വഴിയായിട്ട് ഇങ്ങോട്ട് ഇതിലാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ജൽജീവൻ മിഷൻ്റെ ടാങ്ക്. അല്ല, ഷോർട്ട് വഴി വന്ന് നോക്കുമ്പോൾ നേരം വൈകിപ്പോയിനും. ഇപ്പോൾ 10:40 ഇപ്പോൾ രണ്ടാളും നമ്മളെ ഇസാനും മറ്റേ സുഹൃത്ത് സുട്ടൈ അവിടെ കാത്തിങ്ങനെ നിൽക്കാനും അവൻ്റെ വീട്ടിലിറക്കി കൊടുത്ത് സുട്ട പോവുകയാണ്. ഇനി പിസാന് ചായ വേണോ? മദ്രസ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ നിർബന്ധമാണ്. ബാഗ് വെച്ച് പോയി അവർ ബാഗൊക്കെ കൊണ്ടാക്കാൻ പോവുകയാണ്. ഞാള് പിന്നെ കൂട്ടാൻ പോയി നോക്കുമ്പോണ്ട് നേരം വൈകിട്ടില്ല. ഇതിലുണ്ട് പോയി നമ്മളെ കൂട്ടാൻ ഞങ്ങൾ വേണ്ടി ഓളെ പോയി കൂട്ടേണ്ടി വന്ന്. ഇനിയിപ്പോൾ ഞാളെന്തായാലും നാളെ 3 ആൾ കൂടി ഒന്ന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചായ കുടിക്കാമല്ലോ. നാശിക്കിൻ്റെ പീടിയിലൊക്കെ പോവുകയാണ്. നാശിക്കിൻ്റെ പീടിയിൽ വന്ന് നോക്കുമ്പോൾ ഇതാണ് കണ്ണൂർ കൊട്ടയിലാണ് ഓണെന്നാണ് നജിലാക്കൊരു നീങ്ങായും ചായ. ഇതാണ് നമ്മളെ പിന്നെ ഇസാ ചായ കുടിക്കാൻ വരുന്ന പീടിയൻ്റെ മുതലാളി ആഷിക്ക്. മുക്കിലെ പീടിയല്ലേ മുതലാളിയാണിത്.
മൂപ്പനാണ് ഇപ്പോൾ കണ്ണൂർ കോപ്പയിൽ അടിച്ചെന്ന് കേട്ടോ അല്ല അടിപൊളി അപാര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇസാൻ പിന്നെയും നാളെ ഇത് തന്നെ വേണമെന്നാണ് പറയുന്നത്. നമ്മളെ സിറാജ് കണ്ടിട്ടോ അവിടെ നമ്മളെ ഇവർക്ക് അറിയുന്ന ആളാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കേസ് ആകെ 2 ഓട്ടമാണ് പോയത്. ഒരു 100 റുപ്യേൻ്റെ ഓട്ടവും ഒരു 70 റുപ്യേൻ്റെ ഓട്ടവും. ആകെ 170 റുപ്യ ആക്കിയുള്ളൂ. സമയം 11 മണിയായി. ഇനിയിപ്പോൾ ഇസാനായി ഞാൻ അവിടെ ആക്കി കൊടുത്തിട്ട് വീണ്ടും ലൈനിലേക്ക് വരണം. ആ നെജില അഞ്ഞെല്ലാം കൂടി ബേജാറായി പോയില്ലേ? വൈകിപ്പോയിന്ന് വെച്ചിട്ട് നിങ്ങള് പറഞ്ഞിട്ടില്ലേ മദ്രസിലേക്ക് പോയേ? മദ്രസിലേക്ക് പോയി നോക്കുമ്പോ ഇസാൻ അവിടെ കാണുന്നില്ല. ഇസാന് ഞാൻ ബേജാറായി പോയി മദ്രസിലെത്തുമ്പോഴത്തേക്ക്. അതല്ലേ ഞാളിപ്പോ അങ്ങോട്ട് വന്ന ഞാനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഗുണമായില്ലേ, എനിക്കിപ്പോൾ ചായ കുടിക്കാനായില്ലേ. ഇങ്ങനെ 11:30 ലൈനിലെത്തി നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് തന്നെ ഒരു ഓർഡർ കിട്ടി. ഒരു 40 റുപ്യേൻ്റെ ഓട്ടം അതിന് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ മൊത്തം 170 40 210 റുപ്യേൻ്റെ ഓട്ടം ഇന്ന്. ആ ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ വണ്ടിയാണ് ഇതുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഒരു 3 ആളെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അടുത്ത ഓട്ടം പ്രസിദ്ധമായ കുന്നമംഗലം കുമ്പരവുമായി ബന്ധപ്പെട്ട തിരുവപ്പാറേൻ്റെ അടുത്തേക്കായാലും ഇതാണൊക്കെ നമ്മൾ സുഖേർക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് ഓട്ടമൊക്കെ? എങ്ങനെയുണ്ട്? ഓട്ടക്കാരല്ലേ? ബ്ലോക്കും തൊടാനാവില്ലല്ലേ? നമ്മളെ സ്നേഹ പാലാടന കേട്ടോ. മൂപ്പര് പിന്നെ ഇവിടെ വെറുതെ വരികയാണ്. മൂപ്പർക്കാര കൂട്ടൂർ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ജോലിക്ക് വേണ്ടി വരികയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഡ്രൈവർ എന്ന് പറയല്ലേ? അറിയാൻ പറ്റില്ലല്ലേ? നിങ്ങളെ കാരണം പ്രായം കൂടിയതൊക്കെ അവിടെ ഉണ്ടല്ലേ? അത്രയും നല്ലതല്ലേ? അടുത്ത വട്ടം മൂലാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കിട്ടിയത്. ഈ കനാലിൻ്റെ സൈഡിൽ കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ ഒരു യാത്രയാണ്. ഇവിടെ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു കനാലുണ്ട്. നിങ്ങൾക്ക് പോകുമ്പോൾ ആ കനാൽ ഞാൻ കാണിച്ചു തരാം. ആ കനാലിൻ്റെ അടുത്തുകൂടിയാണ് നമ്മുടെ നെടുവണ്ണൂരേക്ക് പോകുന്നത്. ആ കനാലിൽ കുളിക്കാൻ വേണ്ടി ഫുൾ ആൾക്കാർ വരികയാണ്. വൈറലായ കനാല് മുകളിൽ കൂടിയുള്ള കനാലാണ്. ഇവിടെ കുളിക്കാനൊക്കെ പുറത്തുനിന്നൊക്കെ ദൂരെ നിന്നൊക്കെ ഫുൾ ആൾക്കാർ വരുന്നുണ്ട്. ഈ അതിലങ്ങനെ കയറി പോണ കനാൽ മേലേക്ക് മുകളിൽ പോയാൽ അതിൻ്റെ വൈബ് ഒന്ന് കാണിച്ചു തരാം. അടുത്തോട്ടം അയ്യപ്പൻ മാക്കൂല് സാംസ്കാരിക നിലയത്തിൻ്റെ അടുത്തേക്കായിരുന്നു. സാംസ്കാരിക നിലയം വെറുതെ 2 മാസം ഇരുന്നാനായിട്ട് വെറുതെ അടച്ചിട്ടാണ്. ഈ അയ്യപ്പൻ മാക്കൂൽ ഓട്ടം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകാമെന്ന്. കാരണം നെടുവണ്ണൂർ പോയിട്ട് ഓടാനാവില്ല, അവിടെ ഫുള്ള് ബ്ലോക്കാണ്, റോഡ് പണിയാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാം. 2:30 വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇനി ഓടുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. ചോറ് തിന്നാൻ നോക്കുകയാണ് ഗൈസ്. മത്തി പൊരിച്ചു, ചക്കക്കുരുവിൻ്റെ കറി, സൂപ്പർ കോമ്പിനേഷനാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂത്തുമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയാണ്. അങ്ങനെ ഞങ്ങൾ മൂത്തുമ്മാൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇസാമിടെ വന്ന് നോക്കുമ്പോൾ ഒരു കാറായിട്ടുള്ള കളിയാണ്.
അങ്ങനെ ഇവിടുത്തെ 2 കർമൂസയൊക്കെ പറിച്ച് കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ച് കേസ് അങ്ങനെ തിരിച്ച് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നടുവണ്ണൂർ പോയി നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ വണ്ടി ഓടിയിട്ടൊരു കാര്യവുമില്ല. വീണ്ടും തിരിച്ച് പോന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൽഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ ബൈ.